സംസ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ് നിർത്തിയെടുത്ത് തുടങ്ങാം. കഴിഞ്ഞ തവണ വരാത്തവരുടെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ആദ്യമായി വന്ന 3 പേരെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. അതിൽ രാമചന്ദ്ര ദത്തയെയാണ് പറഞ്ഞു നിർത്തിയത്. പിന്നീടുള്ള 2 പേർ മനോമോഹൻ മിത്രയും സുരേന്ദ്രനാഥ മിത്രയുമാണ്. നമ്മൾ രാമചന്ദ്ര ദത്തയുടെ കാര്യമാണ് പറഞ്ഞത്. അവിടെ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എങ്ങനെയാണ് ഭഗവാനെ സാക്ഷാത്കരിക്കേണ്ടത്, അത് രാമചന്ദ്ര ദത്തയുടെ വഴിയിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിലെല്ലാം ഭഗവാൻ ഉണ്ട്. ഭഗവാൻ്റെതാണ് ഈ വാതിൽ, ഭഗവാൻ്റെതാണ് ഈ മുറി, ഭഗവാൻ്റെതാണ് ഈ കട്ടിൽ, ഭഗവാൻ്റെതാണ് ഈ കസേര എന്നുള്ള സങ്കല്പം. അതാണ് രാമചന്ദ്ര ദത്ത ചെയ്തത്. ഭഗവാൻ കുടിക്കാനെടുത്ത കുളം ശ്രീരാമകൃഷ്ണ കുണ്ടെന്നങ്ങ് പേരിട്ടു. ഭഗവാൻ മാമ്പഴം കഴിച്ച മരത്തിന്, ആ മാവിന് ശ്രീരാമകൃഷ്ണ എന്ന് പേരിട്ടു. ഭഗവാൻ നടന്ന വഴിയെല്ലാം ശ്രീരാമകൃഷ്ണ പാതയായി. എന്നിട്ട് സ്വന്തം മരണശേഷം തൻ്റെ ചിതാഭസ്മം ഈ വഴിത്താരയിൽ കുഴിച്ചിടണമെന്ന് പറഞ്ഞു. കാരണം ഇനി വരുന്നവരെല്ലാം എൻ്റെ ഈ ചിതാഭസ്മത്തിലൂടെ നടന്നു പോകും. അപ്പം ഇത്രയും സാക്ഷാത്കരിച്ച ആളാണ് രാമചന്ദ്ര ദത്ത. അപ്പോൾ അത് എങ്ങനെയാണ് ഭഗവാന്റെ ഒരു സാമീപ്യത്തെ നമ്മൾ സാക്ഷാത്കരിക്കുക എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ കാലത്ത് നമുക്കത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ എൻ്റെ ശ്രീരാമകൃഷ്ണ ഭക്തന്മാരുടെ ആയിട്ടുള്ള എൻ്റെ ഒരു റിലേഷനിൽ ഞാനത് കണ്ടത് ശ്രീകുമാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ്. ശ്രീകുമാർ ഇവിടെ വന്നിട്ട്, ശ്രീകുമാറിന് എല്ലാവർക്കും പരിചയമുണ്ടെന്ന് തോന്നുന്നു. ശ്രീകുമാർ ഒന്ന് കൈയൊന്ന് ഉയർത്തിയാൽ മതി, പെട്ടെന്ന് ശ്രീകുമാറിനെ അറിയാൻ മതി. ശ്രീകുമാറും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും വന്നിട്ടുണ്ട്. ശ്രീകുമാർ, നമ്മൾ ദക്ഷിണേശ്വരത്തെക്കുറിച്ച് സംസാരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലേക്കും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലാണ്. നമ്മുടെ വീടിനൊക്കെ നമ്മുടെ പേരാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പേരാണ്. ശ്രീകുമാർ സ്വന്തം വീടിനിട്ടിരിക്കുന്ന പേരേ ദക്ഷിണേശ്വരം എന്നാണ്. അപ്പോൾ ശ്രീകുമാർ ദക്ഷിണേശ്വരത്തേക്കാണ് പോകുന്നത്. ശ്രീകുമാർ ഉറങ്ങുന്നത് ദക്ഷിണേശ്വരത്താണ്, ശ്രീകുമാർ ഉണരുന്നത് ദക്ഷിണേശ്വരത്താണ്, ശ്രീകുമാർ ജീവിക്കുന്നത് ദക്ഷിണേശ്വരത്താണ്. ആ ഒറ്റ പേര് കൊണ്ട് തന്നെ തൻ്റെ ജീവിതകാലം മുഴുവൻ ഭഗവാനോടൊപ്പം. ഇവിടെ നേരത്തെ സ്വാമിജി സൂചിപ്പിച്ച പോലെ നമ്മൾ സങ്കല്പം മാത്രമല്ല, റിയാലിറ്റിയാണ്. ദക്ഷിണേശ്വരം എന്ന് പറയുന്ന റിയാലിറ്റിയിലാണ്. എനിക്ക് തോന്നുന്നു ഭാഗ്യവശാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള കാളിക്ഷേത്രമാണെന്ന് തോന്നുന്നു, അല്ലേ? തൊട്ടടുത്ത് കാളിക്ഷേത്രമുണ്ട്. അപ്പോൾ ദക്ഷിണേശ്വരത്തെ കാളിക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് ശ്രീകുമാർ താമസിക്കുന്നത്. ഇങ്ങനെ ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്നുള്ളൊരു വലിയ അത്ഭുതമാണ്. അത് ഞാനത് എത്ര ഓർക്കുമ്പോഴും ഞാൻ വല്ലാത്ത അവസ്ഥയിലായിത്തീരും. ആ പേരുകൊണ്ടാണ്, ദക്ഷിണേശ്വരം എന്നുള്ള പേരുകൊണ്ട്. ഈ ഒരു സാക്ഷാത്കാരത്തെ ഞാൻ കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ടൊരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിവിടെ ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും അല്ല, ഇന്നിപ്പോൾ ഭൂരിപക്ഷം പേരും അല്ല, അല്ലെങ്കിൽ സാധാരണ 70-60 മുകളിലുള്ളവരാണ്. ഇന്നിപ്പോൾ അതിൽ താഴെയുള്ളവരുമുണ്ട്. എന്തായാലും 60 താഴെയുള്ളവർ താമസിയാതെ 60 അപ്പുറത്തോട്ട് വരും. 60 മുകളിലുള്ളവർ ഇനി 60 മുകളിലോട്ട് അങ്ങ് സഞ്ചരിക്കും. സ്വാഭാവികമായി നമ്മുടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് നമ്മളെല്ലാം ഇന്നത്തെ കാലത്ത്, ഡോക്ടേഴ്സൊക്കെ കൂടുതലായിട്ടും അവരുമായിട്ട് സംസാരിച്ചപ്പോഴും എല്ലാം ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ ആളുകളെല്ലാം ഡിപ്രഷനിലേക്ക് മാറുക, ഒരു വല്ലാത്ത ഡിപ്രഷനിലേക്ക് നമ്മുടെ ആളുകൾ മാറുന്നു. ഇത് നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും 99% പേര്, അല്ലെങ്കിൽ 100% പേരിലും ഈ ഡിപ്രഷൻ കടന്നു വരുന്നു ഒരു 60-70 വയസ്സ് കഴിയുമ്പോഴേക്കും. ആ 70 വയസ്സിലൊക്കെയാണ് ഇത് ഈ ഡിപ്രഷൻ്റെ സാഹചര്യം പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇതൊരു 70-75-80 അടുക്കുമ്പോൾ പൂർണ്ണമായും ഡിപ്രഷനിലേക്ക് മാറും. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അതെന്താണ് ഞാൻ കഴിഞ്ഞ തവണ അതിൻ്റെ ഒരു സൂചന ഞാൻ നേരത്തെ സംസാരിച്ചു, എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ശ്രീരാമകൃഷ്ണ ഭക്തനാണ്. ഡോക്ടറുടെ സഹോദരൻ ശ്രീരാമകൃഷ്ണൻ്റെ പേര് സ്വന്തം പേരിനോട് ചേർത്ത രാമകൃഷ്ണ ഡോക്ടറാണ്. അദ്ദേഹം ശാസ്ത്രമംഗലം
ഹോസ്പിറ്റലിൽ, അദ്ദേഹം അമേരിക്കയിലായിരുന്നു, പിന്നീട് ശാസ്താംകോട്ടത്തെ ഹോസ്പിറ്റലിൽ അദ്ദേഹം ചാർജ് എടുത്ത് അവിടുത്തെ പ്രവർത്തനങ്ങൾ കഴിയണം. അദ്ദേഹത്തിൻ്റെ അനിയൻ ഡോക്ടറാണ് സോമശേഖരക്കുറുപ്പ്, അദ്ദേഹമായിട്ടാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹം വരുന്ന രോഗികളെ മുഴുവൻ വെറുതെ ഇങ്ങനെ ചികിത്സിക്കൽ മാത്രമാണ്. അതൊരു സാധനം. ഇപ്പം നേരത്തെ ഈ മുറ്റം തൂക്കുന്നത് ഒരു പൂജയാണെന്ന് പറഞ്ഞ പോലെ വരുന്ന ഓരോരുത്തരെയും ശ്രീരാമകൃഷ്ണനായിട്ട് കാണുക, എന്നിട്ട് അവരെ ചികിത്സിക്കുക. അപ്പം ശ്രീരാമകൃഷ്ണ ദേവനെയും ശാരദാദേവിയും വിവേകാനന്ദ സ്വാമിയാണ് ഞാൻ സ്വീകരിക്കുന്നതെന്ന്. അതാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പം. മുറിയിൽ ഭഗവാന്റെ ചിത്രമെല്ലാം വെച്ച് അവിടെ ഇരുന്നാണ് ഈ വരുന്നവരെ മുഴുവൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം അതിനുവേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും അദ്ദേഹം റിട്ടയർമെൻറ്റിലാണ്, എന്നാൽ പോലും അദ്ദേഹം എല്ലാ ദിവസവും അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ സർവീസ്, ഡോക്ടർ എന്നുള്ള സർവീസ് നൽകിക്കൊണ്ടിരിക്കുക. കുറേ കാലം ഞങ്ങൾ തിരുവല്ലയിൽ ഞങ്ങളുടെ ഡിസ്പെൻസറിയിൽ വന്ന് അദ്ദേഹം കുറേ കാലം അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അപ്പോഴും വീട്ടിലെ തിരക്ക് കാരണം അദ്ദേഹത്തിന് അവിടുത്തെ രോഗികളുടെ തിരക്കാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാനിത് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അദ്ദേഹമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. ഈ ഒരവസ്ഥയ്ക്ക് എന്താണ് മാർഗം? വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോവുകയും ഏറ്റവും കൂടുതൽ രസകരമായി സംസാരിക്കുകയും ജനങ്ങളെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ വലിയൊരു ആരോഗ്യപൂർവമായി ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് മൂകനായിപ്പോയി. ഒരക്ഷരം മിണ്ടുന്നില്ല, ഇങ്ങനെ ഉറക്കം തൂങ്ങി രാവിലെ മുതൽ. ആഹാരം എന്ന് പറഞ്ഞാൽ മാത്രമേ ആഹാരത്തെക്കുറിച്ച് ഓർക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ആഹാരത്തെക്കുറിച്ച് അറിയുകയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയി. ഇതൊക്കെയാണ് എന്നെ അതിനകത്ത് ബോധ്യപ്പെടുന്നത്. കാര്യം നാളെ ഞാനും ഈ അവസ്ഥയിലേക്ക് വരേണ്ടതാണ്, എല്ലാ പ്രായമായവരും ഈ അവസ്ഥയിലേക്ക് വരേണ്ടത്. ഈ ഡിപ്രഷൻ്റെ ഒരു വലിയ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്താണ് ഇതിന് മാർഗം എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ അതിനെ സയൻറ്റിഫിക്കലി പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ബ്രെയിനിലുള്ള വിവിധ ന്യൂറോൺസ് ഉണ്ട്. ഈ ഓരോ ന്യൂറോണിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമ്മളിപ്പോൾ ഓരോ കാര്യം ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അനുബന്ധപ്പെട്ട ന്യൂറോൺ നിങ്ങളെ അതിന് പ്രാപ്തനാക്കും. പെട്ടെന്ന് തൊട്ടടുത്തുള്ളൊരു ന്യൂറോൺ നിങ്ങളെ ഓർമ്മപ്പെടുന്നത് വീട്ടിൽ ഇന്ന കാര്യം ഉണ്ടല്ലോ എന്ന്. അവിടെ നിങ്ങൾ വീട്ടിലെ കാര്യം ആലോചിക്കും. ഉടനെ അടുത്തൊരു ന്യൂറോൺ ആലോചിക്കും, സപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ ഒരു കാര്യം നിങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ ഒരേ സമയം 100,000 പ്രശ്നങ്ങളെ ഈ ന്യൂറോൺസ് നിങ്ങളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റും. ഏത് കൂടുതൽ ചിന്തിക്കണം. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ 100,000 ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. പക്ഷെ അതല്ല എനിക്കിവിടെ ആവശ്യം. എനിക്ക് ആവശ്യം ഈ സത്സംഗത്തിൽ പറയുന്നത് കേൾക്കലാണ് എന്ന് പറയുമ്പോൾ ബാക്കി മുഴുവൻ ചിന്തകളെയും ഈ ന്യൂറോൺസിനെയും നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യും. അതിനുള്ള മനക്കരുത്ത് നിങ്ങൾക്കിപ്പോൾ ഉണ്ട്. അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യും. എന്നിട്ട് ഇത് കേൾക്കണം എന്നുള്ള ആഗ്രഹമുള്ള ന്യൂറോൺ മാത്രം ഓപ്പൺ ആക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ അവൻ വീണ്ടും മാറും. എന്നാലും അപ്പോഴും നിങ്ങൾ പിടിച്ചുവിടക്കുന്നു. ഇതാണ് ഈ ന്യൂറോണിൻ്റെ പ്രവർത്തനം. ഏതെങ്കിലും ഒരു ന്യൂറോൺ ഓപ്പൺ ആയാൽ പിന്നെ അടുത്ത ന്യൂറോണിലേക്ക് മാറുന്നില്ല. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഇപ്പം പെൻഷൻ്റെ പേപ്പർ വന്നില്ല. ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് പുള്ളി കൊണ്ടു നടക്കുന്നത്. പെൻഷനെ കുറിച്ചുള്ള ഇന്ന് ബാങ്കിൽ പെൻഷൻ വന്നോ ഇല്ലയോ എന്ന് പുള്ളിക്ക് അറിയില്ല. അപ്പോൾ പുള്ളി നോക്കുമ്പോൾ കണ്ണ് കാണാൻ വയ്യ. അതുകൊണ്ട് ആരുടെയെങ്കിലും സഹായത്തോടെ വാട്സാപ്പിൽ നോക്കിയിട്ട് പറയും മെസ്സേജ് വന്നോ എന്ന് ചോദിക്കും. ഈ ചിന്തയിൽ നിന്ന് പിന്നെ പുള്ളി മാറുന്നില്ല. കംപ്ലീറ്റ് ആ ചിന്തയിൽ അങ്ങ് ഇരിക്കുകയാണ്. രാത്രി ആയാലും ഈ മെസ്സേജ് വന്നതിനെക്കുറിച്ച് മാത്രമാണ് ചിന്ത. ഈ ന്യൂറോൺ ചേഞ്ച് ചെയ്യുന്നില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ അതിന് മെഡിസിനുണ്ട്, മരുന്ന് കഴിച്ചാൽ അതൊക്കെ ന്യൂറോൺ ശക്തമാക്കാം എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഡോക്ടർ മാത്രമല്ല, ഇതിനു മുമ്പും എനിക്ക് കിട്ടിയിട്ടുള്ളൊരു അഡ്വൈസ്, വചനാമൃതം വായിക്കുന്ന, ശ്രദ്ധാപൂർവം വചനാമൃതം ശാസ്ത്രീയമായി വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് ബാധിക്കുന്നതേയില്ല. അത്രയും സയൻറ്റിഫിക്കാണ് വചനാമൃതത്തിൻ്റെ രചനാ ശൈലി. കാരണം ഒരാൾ അയാളുടെ ജീവിതകാലത്ത് കേട്ടതിനെ എത്രയോ ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ്, 82 മുതൽ 86 വരെയാണ് മാസ്റ്റർ മഹാശയൻ വചനാമൃതം കേട്ടത്. ഭഗവാനുമായിട്ടുള്ള ആ സത്സംഗം ഉണ്ടായത് 82 മുതൽ 86 വരെ. 86 മുഴുവനും എത്തിയില്ല. അതിനു മുമ്പേ തന്നെ വചനാമൃത രചന അദ്ദേഹം നിർത്തിവെച്ചു. കാരണം പിന്നീട് വരുന്ന 4-5 മാസം കഴിയുമ്പോൾ ഭഗവാന്റെ ദേഹത്യാഗമാണ്. അപ്പം അതിന് 4 മാസം മുമ്പേ അദ്ദേഹം ഈ എഴുത്ത് നിർത്തി. എഴുത്ത് നമുക്ക് വേണ്ടി നൽകിയതിലേ എഴുത്തില്ല. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ അതുണ്ടായിരിക്കാം, പക്ഷേ അദ്ദേഹം അത് പകർത്തി എഴുതിയില്ല. അതായത് നമുക്ക് വേണ്ടി വചനാമൃതം, കഥാമൃതം എഴുതിയപ്പോൾ ഈ 4 മാസം, അവസാനത്തെ 4 മാസം അങ്ങ് വിട്ടുകളഞ്ഞു. അതായത് ഭഗവാന്റെ ദേഹത്യാഗം വരുന്ന ആഗസ്റ്റ് 16 വരുന്ന 86 ആഗസ്റ്റ് 16 മുമ്പുള്ള
ആ ഒരു 4 മാസത്തെ എഴുത്ത് അദ്ദേഹം നിർത്തിവെച്ചു. അദ്ദേഹം പറഞ്ഞു എനിക്കത് എഴുതാൻ പറ്റില്ല. ആ ഭാഗം അദ്ദേഹം എഴുതുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞ ഇതൊന്നും ഞാൻ ആ സമയത്ത് എഴുതുന്ന ഡയറി അല്ല ഇത് 82 എഴുതി വെച്ച ഡയറി, 83 എഴുതിയ ഡയറി, 84 86 വരെ എഴുതിയ ഡയറിയിൽ എന്ന് പറയുമ്പോൾ അതിനകത്തെ 1-2 വാക്കുകളേ ഉള്ളൂ ആ ഡയറിയിൽ. ഇന്ന് നമ്മൾ വായിക്കുന്ന പോലെ ഒരു വലിയ ടെക്സ്റ്റായിട്ട് നീട്ടിപ്പിടിച്ച് ഡയറി എഴുതിയിട്ടില്ല. അതിനകത്ത് 1-2 വാക്കുകൾ മാത്രമാണ് ഓർമ്മിക്കാൻ വേണ്ടി എഴുതിയത്. ഇപ്പം ഇത്രാം തീയതി ഇത്ര മണിക്കെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു വാക്കേ ഉള്ളൂ. മാസ്റ്റർ മഹാശയൻ്റെ ഡയറി പേജ് കാണുമ്പോൾ അതിനകത്ത് ഒരു വാക്കേ ഉള്ളൂ. പക്ഷെ ആ ഒരു വാക്കിന് പിന്നീട് ശാരദാദേവിയുടെ നിർദ്ദേശപ്രകാരം ഇത് പുസ്തകമായി പബ്ലിഷ് ചെയ്യാനുള്ള സമയം അടുത്തപ്പോൾ ഇത് മുഴുവൻ റീകളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മുഴുവനും റീകളക്ട് ഈ 82 മുതൽ നടന്ന സംഭവങ്ങളെ ധ്യാനാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് അന്നത്തെ ദിവസത്തെ റീകളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് മാസ്റ്റർ മഹാശയൻ. എന്നിട്ട് അതിൽ കാണുന്ന ഓരോന്നാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പം മാസ്റ്റർ മഹാശയൻ ആ മുറിയിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു, ചുറ്റും ഇരിക്കുന്നവരെ കാണുന്നു. കൃത്യമായി ആ ദിവസത്തെ അത് പുനരാവിഷ്കരിക്കപ്പെടുക. ആ ദിവസം ഭഗവാൻ പറയുന്നത് കേൾക്കുക, ആ സമയത്ത് എഴുതുക. അങ്ങനെയാണ് ഇത് മുഴുവൻ. അപ്പം ഓർമ്മശക്തിയെ ഇത് എഴുതുമ്പോൾ മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ചും പ്രായാധിക്യത്തിലെത്തിയ ആളാണ്. അപ്പോൾ ഈ ഓർമ്മശക്തി മുഴുവൻ തിരിച്ചു പിടിക്കുന്ന ഒരു പ്രോസസ്സാണ് വചനാമൃതം. അതുകൊണ്ട് തന്നെ വചനാമൃതത്തിൻ്റെ ഈ 3 വോള്യമായിട്ട് അല്ലെങ്കിൽ 5 വോള്യമായിട്ട് വചനാമൃതം മാസ്റ്റർ മഹാശയൻ എഴുതിയപ്പോൾ ഈ 5 വോള്യത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും സയൻറ്റിഫിക്കലി പരിശോധിക്കുമ്പോൾ മനസ്സിലായത് ഈ പറഞ്ഞ ന്യൂറോണിൻ്റെ ഡെവലപ്മെൻറ്റാണ്. ഓരോ ഘട്ടത്തിലും ഈ ന്യൂറോൺ എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ ഇതൊരു എക്സർസൈസാണ്. ഈ ന്യൂറോൺസിനെ നമുക്ക് എക്സർസൈസ് വഴി കൊണ്ടുവരാൻ പറ്റില്ല. സാധാരണ മെഡിക്കൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് എക്സർസൈസ്, യോഗയെക്കുറിച്ചൊക്കെ ആളുകൾ പറയും, അല്ലെങ്കിൽ അതുപോലുള്ള പല ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചൊക്കെ പറയും. പക്ഷെ ഒരിക്കലും ഇതിൻ്റെ ഓരോ ന്യൂറോണിനെ എടുത്തു വച്ച് നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ന്യൂറോൺ ഇന്നൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്താൽ ഒന്ന് കഴുകി തുടച്ചവിടെ അതിന് അടുത്ത ന്യൂറോൺ അത് കഴുകി വെച്ചു, അങ്ങനെ പറ്റില്ല. അപ്പോൾ ഈ ന്യൂറോൺസ് ഓരോന്നും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടണം. ഇത് വചനാമൃതത്തിൻ്റെ 5 വോള്യം കടന്നു പോകുന്നത് ഈ സ്റ്റിമുലേഷനെ സഹായിക്കുന്ന തരത്തിലാണ്. ഏകദേശം 8ഓളം ന്യൂറോൺസിനെയാണ് ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. അതിനകത്ത് ഞാൻ അതിനെക്കുറിച്ചൊരു ചെറിയ ഇങ്ങനെ നോട്ട് കുറിച്ച് വെച്ചതാണ്. അതായത് ആദ്യം വരുന്നത് നമ്മൾ വചനാമൃതം വായിക്കുമ്പോൾ ആദ്യം വർക്കൗട്ടാകുന്ന ന്യൂറോൺസ് എന്ന് പറയുന്നത് സെൻസറി ന്യൂറോൺസാണ്. സെൻസറി ന്യൂറോൺസ് ആണ് വചനാമൃതം വായന തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഓപ്പൺ ആകുന്നത്. സെൻസറി ന്യൂറോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒന്ന് ഓഡിറ്ററി. ഈ ഓഡിയോ നമുക്ക് സ്വീകരിക്കപ്പെടുന്ന ഒരു ന്യൂറോൺ ഉണ്ട്. അതുവഴിയാണ് നമ്മൾ ഇപ്പം എൻ്റെ ശബ്ദം നിങ്ങൾ സ്വീകരിക്കുന്നത് ആ ഓഡിറ്ററി ന്യൂറോൺ വെച്ചിട്ടാണ്. 2 നിങ്ങളുടെ വിഷ്വൽ ന്യൂറോൺ, അത് വെച്ചിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഓഡിറ്ററി ന്യൂറോണും വിഷ്വൽ ന്യൂറോണും കൂടെ ഒരേപോലെ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾ എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. വചനാമൃതം ആദ്യത്തെ വരി വായിക്കുമ്പോൾ നിങ്ങളുടെ ഈ 2 ന്യൂറോൺസ് ഒരേപോലെ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് അല്ലേ? വചനാമൃതം ഒന്ന് എടുത്താൽ മതി. ആ 1826 ഫെബ്രുവരി 882 ഫെബ്രുവരി 26 എന്ന് പറഞ്ഞ് അടുത്ത വരി മുതൽ വിഷ്വൽ ഓഡിറ്ററി വർക്ക് ചെയ്യാൻ തുടങ്ങുക, അല്ല വിഷ്വൽ ന്യൂറോൺ വർക്ക് ചെയ്യാൻ തുടങ്ങുക. 2 പേരും കൂടെ, സിദ്ധു ഉൾപ്പെടെ 2 പേരും കടന്നു വരുന്നു, ഭഗവാന്റെ മുറിയുടെ മുമ്പിൽ നിൽക്കുന്നു. നമ്മളിതെല്ലാം കാണുന്നുണ്ട്. ഭഗവാൻ ആ മുറിക്കകത്തിരുന്ന് സംസാരിക്കുന്നു. ഇത് ശുഗമഹർഷിയാണോ എന്ന് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് തോന്നുന്നു. അത് കഴിഞ്ഞ് ഭഗവാന്റെ ആദ്യത്തെ സംസാരം കേൾക്കുന്നു. അതായത് ജപധ്യാനാദികൾ ഇനി ആവശ്യമില്ല എന്നുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. പെട്ടെന്ന് ക്ഷേത്രത്തിലെ ദീപാരാധനയുടെ മണിയുടെ ശബ്ദം കേൾക്കുന്നു. എല്ലാവരും പിരിയുന്നു. ഇവർ 2 പേരും കൂടെ നേരെ ക്ഷേത്രം കാണാൻ പോകുന്നു. സിനിമയേക്കാൾ വ്യക്തമായിട്ടാണ് അത് കാണുന്നത്. ഇത്രയും വിഷ്വലി ഒരാൾ പോലും ഒരിടത്തും ഇതിനു മുമ്പ് ഇത് എഴുതിയിരിക്കുന്ന 1882 സംഭവിച്ചത് കൂടി വന്നാൽ അത് എഴുതാൻ തുടങ്ങിയപ്പോൾ 87, 5 ഇപ്പോൾ 88, 89, 90, 91 ഇത് റീകളക്ട് ചെയ്യുന്നത്. 82 സംഭവിച്ച ഒരു ദൃശ്യത്തെ 91 റീകളക്ട് ചെയ്യുന്നത്.
കാരണം 91, 92, 93 3 വർഷം കൊണ്ടാണ് ആദ്യത്തെ കഥാമൃതത്തിൻ്റെ ആദ്യത്തെ എഴുതാൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് അത് അവസാനിക്കുമ്പോൾ 32 ആകുകയാണ്. 1932 എത്തുകയാണ്. 1903 തുടങ്ങി 1932 എത്തുമ്പോഴാണ് ഈ കഥാമൃതം അവസാനിക്കുന്നത്. എത്ര വർഷം കൊണ്ടാണ് തീർക്കുന്നത്? 3 മുതൽ 32 വരെ ഏതാണ്ട് 20 വർഷം കിടക്കുന്നില്ല. 20 വർഷത്തെ, അതായത് 82 മുതൽ 86 വരെ നടന്ന സംഭവങ്ങളെ 20 വർഷം കൊണ്ട് റീക്രിയേറ്റ് ചെയ്യുക. അത് ഈ വിഷ്വലി, ഓഡിറ്ററി ഇതെല്ലാം സമ്മിശ്രമാക്കിക്കൊണ്ട് ഒരു സിനിമയേക്കാൾ ഗംഭീരമായിട്ട് മാസ്റ്റർ മഹാശയൻ അത് എഴുതുന്നു. ഇപ്പം ഈ ആദ്യത്തെ സെൻസറി ന്യൂറോൺസിൻ്റെ പ്രവർത്തനം ശക്തമാകുന്നു. ഇതിൽ പരം വേറൊരു എക്സർസൈസ് ഉണ്ട്. നമ്മളിത് കാണുകയില്ല. നമ്മൾ നേരത്തെ സ്വാമി പറഞ്ഞ പോലെ നമ്മളതൊന്ന് അവിടെ ഇരുന്നുകൊണ്ട് നമ്മളിത് ഭാവന ചെയ്യുകയാണ്. ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, ഞാനും മാസ്റ്റർ മഹാശയനോടൊപ്പം നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു വിഷ്വൽ സെൻസ് നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് സെൻസറി ന്യൂറോൺസിൻ്റെ പ്രവർത്തനം ആദ്യം തുടങ്ങുന്നത്. അപ്പം നമ്മുടെ പ്രായത്തെ തിരിച്ചു പിടിക്കാൻ നമുക്ക് ആവശ്യം 3 സെൻസറി ന്യൂറോൺസാണ്. അതിൽ മൂന്നാമത്തെ ഇതാണ് വരുന്നതാണ് ടാക്ടൈൽ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഈ വിഷ്വലും ഓഡിറ്ററിയും കടഞ്ഞാൽ അടുത്തത് ടാക്ടൈൽ ന്യൂറോൺസ് എന്നാണ്. ഈ ന്യൂറോൺസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കുമ്പോൾ ഫീലിംഗ് ഉണ്ടാകുന്നത്. ഒരു ഫീലിംഗ് ഇത് വായിക്കുമ്പോൾ, ഇതിൻ്റെ ഓരോ ഘട്ടം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ സ്വാമിജി പറഞ്ഞ പോലെയാണ് നമ്മുടെ കണ്ണിൻ്റെ ഈ 2 വശത്തു നിന്നും കണ്ണീരൊഴുകിപ്പോവും. പല സന്ദർഭങ്ങളിലും നമുക്ക് ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്, കൃത്യമായി ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. ഈ വചനാമൃത വായനയിലൂടെ നമുക്ക് കിട്ടുന്ന ഫീലിങ്സ് അത്രമാത്രമാണ്. അപ്പം ടാക്ടൈൽ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നു. അപ്പം കാഴ്ചയുടെ ന്യൂറോൺസ്, കേൾവിയുടെ ന്യൂറോൺസ്, വികാരത്തിൻ്റെ ന്യൂറോൺസ്, ഈ 3 വർക്ക് ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു. മരണം വരെ നമ്മൾ പേടിക്കണ്ട. ഈ 3 മതി. പിന്നെ കിടക്കണം എണ്ണത്തിൽ പറഞ്ഞ ഒരു സെറ്റ് ന്യൂറോൺസ് വേറെ കിടക്കുന്നു. വചനാമൃതത്തിൻ്റെ വായനയിലൂടെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. അതുകൊണ്ടാണ് വചനാമൃത വായന ഒരു എക്സർസൈസ് ആയിട്ട് എടുക്കേണ്ടി വരും എന്ന് പറയും, അല്ലെങ്കിൽ എടുക്കണം എന്ന് പറയും. അടുത്തത് വരുന്നത് മോട്ടോർ ന്യൂറോൺസാണ്. അടുത്ത സ്റ്റെപ്പ്. ഈ 3ലും നമ്മൾ ഈ വായനയിലൂടെ കടന്നാൽ അടുത്തത് മോട്ടോർ ന്യൂറോൺസിലേക്ക് കിടക്കുക. എന്താണ് ഈ മോട്ടോർ ന്യൂറോൺസിൻ്റെ വരുന്നത്? അതിൽ ആദ്യത്തെയാണ് ആൽഫ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജാണ് ആൽഫ ന്യൂറോൺസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ഒരു ദൃശ്യത്തിൽ നിന്ന് അടുത്ത ദൃശ്യത്തിലേക്ക് നമുക്കുള്ള മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന ഇതാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ദക്ഷിണേശ്വരം വായിച്ചിട്ട് മനസ്സ് അവിടെ തന്നെ നിൽക്കും. പിന്നെ വായന മാത്രമേ നടക്കൂ. മനസ്സ് ആബ്സെന്റ് മൈൻഡ് എന്ന് പറയുന്ന സാധനം അതാണ്, ആബ്സെന്റ് മൈൻഡ്. കാര്യം നമ്മൾ വായന നടക്കുന്നുണ്ട്, ദൃശ്യം മനസ്സിൽ വരുന്നില്ല. അതാണ് ആബ്സെന്റ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൽഫ ന്യൂറോൺസ് ആണ് നമ്മുടെ ഈ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആൽഫ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ വീട്ടിലെ കാര്യം കൂടെ ഓർമ്മ വരും. അപ്പം ഈ മനസ്സ് ടക്കനെ അങ്ങോട്ട് പോകും വീട്ടിൽ. പിന്നെ ഇപ്പുറത്ത് അവിടെ ഇവിടെയൊക്കെ കറങ്ങി കുറെ കഴിയുമ്പോഴായിരിക്കും ഇവിടെ വരുമ്പോൾ അയ്യോ ഇത്ര നേരം എന്താ പറഞ്ഞിരുന്നുള്ളത് പിടികിട്ടില്ല. നമ്മൾ ആബ്സെന്റ് മൈൻഡാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ അല്ലേ എന്ന് നമ്മൾ ചിലപ്പോൾ ചോദിക്കില്ല. ആബ്സെന്റ് മൈൻഡായിട്ടാണോ ഇരിക്കുന്നത്? ആബ്സെന്റ് മൈൻഡായിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നുണ്ട്. കാര്യം ആൽഫ ന്യൂറോൺസ് ശക്തമായി, അതല്ല ബുള്ളറ്റ് ട്രെയിൻ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആൽഫ ന്യൂറോൺസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താ? വചനാമൃതം വായിക്കുമ്പോൾ നമ്മൾ ഓരോ രംഗവും ഹൃദിസ്ഥമാക്കി അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ആബ്സെന്റ് മൈൻഡ് ആകരുത്. എങ്കിലേ അടുത്ത് സിദ്ധുവും ഇയാളും കൂടെ മാസ്റ്റർ മഹാശയനും കൂടെ വൃന്ദയോട് ചോദിക്കുന്ന രംഗത്തിലേക്ക് എത്തുള്ളൂ. നമ്മൾ പഴയ അവസ്ഥയിൽ നിന്നാൽ വൃന്ദയുടെ അവസ്ഥ മനസ്സിലാകാതെ പോകും. ഇതാണ് പറയുന്നത്. അപ്പം ആൽഫ ന്യൂറോൺസിൻ്റെ പ്രവർത്തനമാണ്. പിന്നെ എത്ര ശാസ്ത്രീയമായിട്ടാണ് ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ചുള്ള സ്മരണകൾ മാസ്റ്റർ മഹാശയൻ ഈ സയൻസ് പഠിച്ചിട്ടൊന്നുമല്ല, അദ്ദേഹം സ്കൂൾ അധ്യാപകൻ മാത്രമായിരുന്നു. പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയതയെ, ഭഗവാന്റെ ആ ചിന്തകൾ എത്ര ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ശാസ്ത്രീയമായി മാറുന്നു. അല്ല ഇത് ഞാൻ ഈ എഴുതുന്ന വഴി മുഴുവൻ ആൽഫ ന്യൂറോൺസിന് വേണ്ടി അങ്ങനെ എഴുതിയതൊന്നുമല്ല. പക്ഷെ ഇതിനെ എത്ര ഗംഭീരമായിട്ടാണ് സയൻറ്റിഫിക്കായിട്ട് ഇതിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് എന്നുള്ളത് വലിയൊരു ശക്തിയാണ്. അപ്പം ആൽഫ ഇത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ഗാമ എന്ന് പറയുന്ന ന്യൂറോൺസാണ്. ഗാമ ന്യൂറോൺസ് വർക്ക് ചെയ്താലേ നമ്മൾ ഉറങ്ങാതിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. നമ്മളിങ്ങനെ കേട്ടോണ്ടിരുന്നാലും നമ്മൾ കറണ്ട് പോയി തോന്നുന്നില്ല. കുഴപ്പമില്ല, ഞാൻ ശബ്ദം എന്തായാലും മൈക്കിനപ്പുറത്താണ്.
അതുകൊണ്ട് അപ്പം നമുക്ക് ഉറക്കം വരും. അപ്പോൾ ഉറക്കം വരുമ്പോൾ നമ്മുടെ കേൾക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ ബോറടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത വിഷയമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആ ശേഷി മസിൽ പവറും മെൻ്റൽ പവറും ശക്തി അല്ലാത്തതുകൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോവും. അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറേ നേരം അങ്ങ് ഉറങ്ങിപ്പോവും. ഇതാണ് ഈ പറയുന്ന ഗാമ മസിൽസിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ ഇത് ഉറങ്ങാതിരിക്കണമെങ്കിൽ നമ്മുടെ മസിൽ പവർ കുറെ കൂടെ ശക്തമായിട്ട് കിട്ടണമെങ്കിൽ, ഇതിന് ഒരു തമാശ, ഇന്നലെ നെട്ടയത്തായിരുന്നു ഇന്നലത്തെ ഭഗവാന്റെ ജന്മോത്സവത്തിന് ഭാഗ്യം കൊണ്ട് നെട്ടയത്ത് ഇതുപോലെ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ സുപ്രഭാൻ സ്വാമിയായിട്ട് സംസാരിച്ചു. അപ്പോൾ സുപ്രഭാൻ സ്വാമിയായിട്ട് സംസാരിക്കുമ്പോൾ സുപ്രഭാൻ സ്വാമി പറഞ്ഞ ഒരു ചെറിയ കഥ, ഈ ഗാമ ന്യൂറോൺസിൻ്റെ കഥ. അദ്ദേഹം ഗാമ ന്യൂറോൺസ് ആയിട്ടല്ല പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ പറയുന്ന ഗാമ ന്യൂറോൺസിൻ്റെ ഭാഗത്ത് എടുക്കാം. ഒരാൾ ബ്രഹ്മചാരി ആവാനായിട്ട് വന്നു. ബ്രഹ്മചാരി അല്ല, സന്യസിക്കാനായിട്ടാണല്ലോ നമ്മൾ വരുന്നത്, സന്യസിക്കാനായിട്ടാണ്. പിന്നെ അപ്പോൾ അതിൻ്റെ ആദ്യ ഗഡു ബ്രഹ്മചാരി ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് അല്പം ബുദ്ധിമുട്ട് വരും. നമ്മൾ വിചാരിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ ശ്രീനിവാസൻ സന്യാസിയായ പോലത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരാൾ വന്ന് എനിക്ക് സന്യസിക്കണം. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി പാലായിൽ വെച്ചാണ് അടുത്ത് വിളിച്ച്, സന്യസിക്കണം അല്ലേ എന്ന്. അതേന്ന്, അടുത്ത് വരുമെന്നു. അടുത്ത് കൈ നീട്ടാൻ പറഞ്ഞു. പുള്ളി കൈ നീട്ടി മസിലൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കി. മസിൽ പിടിച്ചു, ശരീരത്തിൻ്റെ മസിൽ പിടിച്ചു കുലിക്കുക. സുബ്രഹ്മണ്യ സ്വാമി അറിയാമല്ല, അതിശക്തനാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ മുറിയിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ 7 വയസ്സിലുള്ള ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. 7 വയസ്സിലുള്ള ചിത്രം, മനോഹരമാണ്. വളരെ സുന്ദരനായ ഒരു കൊച്ചു കുഞ്ഞ് 7 വയസ്സിലുള്ള ചിത്രം വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇത് ഞാൻ കാലടി ആശ്രമത്തിൽ ചേർന്ന ദിവസത്തെ ചിത്രമാണ്, 7ാം വയസ്സിൽ. അപ്പോൾ ആ ആശ്രമ ജീവിതം അദ്ദേഹത്തിന് നൽകിയ ഒരു മസിൽ പവറുണ്ട്. ആ മസിൽ പവർ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ബ്രഹ്മചാരി ആവാൻ വന്ന ആളുടെ കൈയും കാലും പിടിച്ച് മസിൽ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് ആവശ്യത്തിന് മസിലില്ല, നിനക്ക് മസിലിന് ശക്തിയില്ല. അപ്പം അവൻ വിചാരിച്ചു, ഞാൻ ജിംനേഷ്യത്തിൽ ചേരാനല്ലല്ലോ വന്നത്, സന്യസിക്കാനല്ലേ വന്നത്. മസിൽ പവർ ഇല്ലെങ്കിൽ നിനക്ക് സന്യസിക്കാൻ പറ്റില്ല. നിനക്ക് ആദ്യം വേണ്ടത് മസിൽ പവറാണ്. അബ്ദുൽ സ്വാമിയുടെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് മസിൽ പവറാണ്. അബ്ദുൽ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ ഇവിടുത്തെ മസിലുകളൊക്കെ ഇങ്ങനെ നമുക്ക് വ്യക്തമാകും ആ മസിലിന്. അപ്പം സ്വാമിമാരെല്ലാം മസിൽ പവറുള്ളവർക്കും കൂടിയാണ്. അപ്പം ഇതാണ് ഗാമ എന്ന് പറയുന്ന ആ ന്യൂറോൺസിൻ്റെ വർക്ക് നമുക്ക് നൽകുന്നത്. അപ്പം വചനാമൃതം വായിക്കാൻ നമുക്ക് മാനസികമായ തയ്യാറെടുപ്പ് പോരാ, ശാരീരികമായ തയ്യാറെടുപ്പ് കൂടെ വേണം. അപ്പം നമ്മൾ നമ്മുടെ ശരീരത്തെ ഒന്ന് ശരിയാക്കണം, എന്നിട്ട് വേണം വായിക്കാനിരിക്കാൻ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വായന നടക്കില്ല. അപ്പം എന്തെല്ലാം കഷ്ടപ്പെട്ടാലാണ് ഒരു വചനാമൃതം വായിക്കാൻ പറ്റുക എന്ന് ആലോചിച്ചു. ഇനി വരുന്നത് അടുത്ത സെറ്റ് ഓഫ് ന്യൂറോൺസിലേക്കാണ് പോകുന്നത്. അതായത് കോഗ്നിറ്റീവ് ന്യൂറോൺസ് എന്ന് പറയുന്നതാണ് അടുത്ത സെറ്റ്. കോഗ്നിറ്റീവ് ന്യൂറോൺസ് ഇതെന്ന് പറഞ്ഞാൽ ഒരു തരം ഇതിൽ വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ ആദ്യം കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു, അതിൻ്റെ അടുത്ത് വന്നത് നമ്മുടെ ശക്തി കിട്ടുന്നു, അത് കഴിഞ്ഞ് പറഞ്ഞ് നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കുന്നു. ഇത്രയും കഴിഞ്ഞു വന്നാൽ അടുത്ത് നമുക്ക് വേണ്ടത് നമ്മൾ ഈ വായിക്കുന്നത് സ്വീകരിക്കണോ വേണ്ടയോ. അത് ഏത് പുസ്തകം വായിച്ചാലും ശരി, അല്ലെങ്കിൽ ഏത് പ്രഭാഷണം കേട്ടാലും ശരി. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നു, അതിനു മുമ്പ് സ്വാമി പറഞ്ഞു, അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു. ഈ മൂന്നും കേട്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതിൽ ഏത് സ്വീകരിക്കണം, ഈ പറഞ്ഞതിൽ ഏത് സ്വീകരിക്കണം, ഏത് തള്ളിക്കളയണം. അതോ ഈ 3 പേരും പറഞ്ഞത് സ്വീകരിക്കാൻ പറ്റില്ല, വേറെ 4ാമതൊരാൾ പറഞ്ഞത് മാത്രമേ നോക്കട്ടെ, കൊള്ളാമെങ്കിൽ ഞാനത് സ്വീകരിക്കും. ഇതൊരു ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പം ഈ ഡിസിഷൻ മേക്കിങ്ങിന് നിങ്ങളെ സഹായിക്കുന്ന ന്യൂറോണാണ് ഈ കോഗ്നിറ്റീവ് ന്യൂറോണിലെ ഒരു ന്യൂറോൺ എന്ന് പറഞ്ഞ പിരമിഡിക്കൽ ന്യൂറോൺ എന്ന് പറയുന്നത്. ഈ പിരമിഡിക്കൽ ന്യൂറോണിൻ്റെ വർക്ക് കൊണ്ടാണ് നിങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിൽ എത്തുന്നത്. വചനാമൃതം നാളെ മുതൽ വായിക്കണോ വേണ്ടേ, എന്നെ രസിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ഈ വായിക്കാതിരിക്കാൻ എനിക്കാവില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ പിരമിഡിക്കൽ ന്യൂറോൺസാണ്. അടുത്ത് കടന്നു വരുന്നത്, ഞാനത് പെട്ടെന്ന് പോവുകയാണ്, ഇന്റേൺ ന്യൂറോൺസ് എന്ന് പറയും. അടുത്തത് നമ്മളിതൊക്കെ, അതായത് കേട്ടു, കണ്ടു, അനുഭവിച്ചു, നമ്മളത് നിയന്ത്രിച്ചു, പിന്നെ നമ്മൾ തിരഞ്ഞെടുത്തു, എല്ലാം കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത് അപ്പം വചനാമൃതം വായിച്ചു. ഇനി അടുത്ത് നമ്മുടെ ജോലി എന്താ? ഈ വായിച്ചത് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയണം,
ഞാൻ ഇന്നലെ മുതൽ വചനാമൃതം വായിക്കാം. എന്തൊരു സുഖമാണെന്നറിയാം, എന്തൊരു സുഖം. എനിക്ക് ഇന്ന് വരെ ജീവിതത്തിൽ ഉണ്ടാകാത്ത ഒരു സുഖം ഇന്നലെ എനിക്ക് കിട്ടി. കാര്യം പറയുമ്പോൾ വളരെ സിമ്പിളാണ്, അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്ന് തോന്നും. പക്ഷെ നമ്മൾ ചെയ്യുന്നെങ്കിലും എനിക്കിതുവരെ അതങ്ങോട്ടൊരു ആ ഒരു സുഖം, കമ്മ്യൂണിക്കേഷൻ കൃത്യമായില്ല. അതായത് നമ്മളുടെ ചിന്തയും ഞാനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ശരിയായില്ല. അത് കാരണം ഞാൻ പറയാം. ഇന്നലെ ഇതേപോലെ ശാസ്ത്രമംഗലത്തിൽ ചെന്നപ്പോൾ, ഞാൻ മിനിഞ്ഞാന്നേ ചെന്നു, വൈകിട്ടേ അവിടെ ചെന്നു. അപ്പോൾ ശാസ്ത്രമംഗലത്തിൽ ചെന്നപ്പം മോക്ഷവൃതാനന്ദ സ്വാമി പ്രസിഡന്റ് മോക്ഷവൃതാനന്ദ സ്വാമി പറഞ്ഞു, നമുക്ക് നാളെ ഒരുമിച്ച് നെട്ടയത്തേക്ക് പോകാം. അപ്പം രാവിലെ 8 മണിക്ക് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നിങ്ങൾ 8 മണിക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റൂ. അപ്പോൾ 8 മണിക്ക് മുമ്പ് വരിക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്നിട്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ 8 മണിക്ക് മുമ്പ് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിക്കണമെങ്കിൽ ഞാൻ എപ്പോൾ വരണം? അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും താമസിക്കണം. ഞാൻ 6:30 പോയി. അപ്പം പിന്നെ പ്രശ്നം 1.5 മണിക്കൂറിൻ്റെ ഇതിൽ പോയി. മോക്ഷപ്രധാന സ്വാമിയുടെ ഒരു പ്രശ്നം അതാണ്, വളരെ പങ്ക്ച്വലാണ്. ഞാൻ സത്യത്തിൽ ഞാൻ ആ സ്വാമിയുടെ അത്ഭുതത്തോടു കൂടിയാണ് ആ കുറേ നിമിഷങ്ങൾ പങ്കിട്ടത്. അപ്പോൾ ഞാൻ 6:30 പോയി. 6:30 ഞാൻ അവിടെ ചെന്നപ്പോൾ നേരെ എന്നാൽ അവിടെ പോയി തൊഴുതിട്ട്, ഷ്രൈനിൽ പോയി തൊഴുതിട്ട് വരാം എന്ന് വിചാരിച്ച് ഞാൻ ഷ്രൈനിലേക്ക് ചെന്നപ്പോൾ ഉറച്ച് നാമജപം കേൾക്കുക. നോക്കുമ്പോൾ മോക്ഷപ്രധാന സ്വാമി ഇരുന്ന് നാമം ജപിക്കുക, ഉറച്ച് നാമം ജപിക്കുക. എല്ലാ ദിവസവും ഗീതയുടെ ഒരധ്യായം അദ്ദേഹം വായിക്കും. ഗീത ഒരധ്യായം എല്ലാ ദിവസവും മാറി 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 ഓരോ അധ്യായം ഗീത വായിക്കും. പിന്നീട് നമ്മുടെ ഭജനാവലിയിലുള്ള ഓരോ ശ്രീരാമകൃഷ്ണ സ്തോത്രങ്ങൾ, പിന്നെ വിഷ്ണു സഹസ്രനാമം, ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. ഇത് മുഴുവനും അപ്പം ഞാൻ പറയിൽ വന്ന് ഞാനും നിശബ്ദമായിട്ട് പറയിച്ചത്. സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്ത അനുഭൂതിയിലേക്കാണ് പോയത്. ഇങ്ങനെ ഒരു ദിവസം ആരംഭിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ എത്ര ആനന്ദപ്രദമാണെന്നറിയാം. അത് നിലനിൽക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ സുഖത്തിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പോഴും ഇതെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് 1.5 മണിക്കൂർ അദ്ദേഹം 7-7:45 വരെ അദ്ദേഹം ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഓരോ ചിത്രത്തിൻ്റെ മുമ്പിലും പോയി തൊഴുത് നമസ്കരിച്ച് പ്രാർത്ഥിക്കും. ഓരോ ചിത്രം അപ്പോൾ ഓരോ ചിത്രത്തിൻ്റെ മുമ്പിലും പോയി തൊഴുത് ചെയ്യണം. ആ വ്യക്തി, ആ സ്വാമിജി അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴേക്കും ഭാവം മാറും. പിന്നെ കാണുന്നത് ഹോസ്പിറ്റൽ ജീവനക്കാരെ മുഴുവൻ പടപടപടപടാന്ന് വിറപ്പിക്കുന്ന ഒരു കോർപ്പറേറ്റ് മാനേജറുടെ രൂപഘടനയിലേക്ക് മാറുക. വരുന്നവരെ മുഴുവൻ ചാടി ടൈമിന് വരാത്തവനെയൊക്കെ റെഡിയാക്കുന്നു. ആകെ മാറി. അപ്പം ആലോചിച്ചു, ആ രാവിലെ കിട്ടിയ ആ ഊർജം സത്യത്തിൽ അതിനോട് പങ്കാളിയാകാൻ പോയപ്പോൾ നമുക്ക് കിട്ടിയ ഊർജം. ഇതാണ് ഞാൻ ഈ ഇന്റേൺ ന്യൂറോൺസ്, ഈ ഒരു വൈകാരികത കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരാളിലേക്ക് പകരാനുള്ള ശക്തി. നമ്മൾ വായിച്ചതുകൊണ്ട് കാര്യം. ഇപ്പം ഞാനിരുന്ന് വചനാമൃതം വായിച്ചു, എനിക്ക് സന്തോഷമായി. പക്ഷെ ഞാനിത് ഒരാളെ കൂടെ വായിച്ച് ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞാലേ എനിക്ക് അതിനുള്ളൊരു ആത്മവിശ്വാസം വരൂ. അല്ലെങ്കിൽ എനിക്കൊരാഗ്രഹമില്ലേ, അയാളൂടെ വായിച്ചിരുന്നെങ്കിൽ അയാൾ എത്ര രക്ഷപ്പെട്ടു പോയേനെന്നൊരു തോന്നൽ വരാം. അപ്പം അതാണ് ഈ പറയുന്നത്, ഈ പറഞ്ഞ ഇന്റേൺ ന്യൂറോൺസിൻ്റെ പ്രവർത്തനം. ഇനി അടുത്തത്, ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിറർ ന്യൂറോൺ എന്നാണ്. മിറർ ന്യൂറോണിൻ്റെ പ്രവർത്തനം ശക്തമാകുന്നത് കൊണ്ടാണ് നമുക്കൊരാളോട് അനുകമ്പ തോന്നുന്നത്. നമുക്കൊരു വ്യക്തിയോട്, നമ്മുടെ സമൂഹത്തിലെ ഒരു വ്യക്തിയോട്, നമ്മുടെ സഹപ്രവർത്തകനോട്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട്, അച്ഛനോട്, അമ്മയോട്, അല്ലെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് സ്വാമിമാരോട്, എല്ലാവരോടും, നമുക്ക് ചുറ്റുമുള്ള നമ്മളൊഴികെയുള്ള മറ്റുള്ളവരോടെല്ലാം അനുകമ്പ എന്ന് പറയുന്ന ഒരു വൈകാരികത ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മിറർ ന്യൂറോൺസ് വർക്ക് ചെയ്യണം. വചനാമൃതത്തിൽ എന്തെന്ത് ഉദാഹരണങ്ങൾ വേണമെങ്കിലും എടുക്കാം, എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും എടുക്കാം. ഈ അനുകമ്പയുടെ ചിത്രീകരണം വരുന്ന എത്രയോ ഉദാഹരണങ്ങൾ വേണമെങ്കിലും എടുക്കാം. നമ്മൾ അത് വേണമെങ്കിൽ ഒന്ന് സോർട്ട് ചെയ്ത്, ഈ പറഞ്ഞ ഓരോ ന്യൂറോൺ പ്രവർത്തനങ്ങളിലും വചനാമൃതം ഏതൊക്കെയാണെന്നുള്ളതൊന്ന് സോർട്ട് ചെയ്ത് നോക്കിയാൽ ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ അടുത്തതാണ് റിവാർഡ് ന്യൂറോൺ എന്ന് പറയുന്നത്. ഇതോടുകൂടെ അവസാനിക്കുകയാണ്, ന്യൂറോണിൻ്റെ കഥ അവസാനിക്കുക. അതുകൊണ്ട് പേടിക്കുന്നു. ഇനി എത്ര ന്യൂറോൺ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ആ കൂടെ വീർപ്പ് മുട്ടരുത്. ഈ പുള്ളി വന്നിരുന്നുകൊണ്ട് കുറേ ന്യൂറോണിൻ്റെ കഥകൾ പറഞ്ഞു. ഇത് ലാസ്റ്റാണ്. ഇനി ന്യൂറോണിൻ്റെ കഥ ഞാൻ പറയില്ല, ഇത് ലാസ്റ്റാണ്. അപ്പോൾ റിവാർഡ് ന്യൂറോൺസാണ്. റിവാർഡ് ന്യൂറോൺസിൻ്റെ പ്രവർത്തനം. എനിക്കിനി പുതിയതെന്ത് പഠിക്കാനുണ്ട്,
ഇത്രയുമായി. പുതിയതെന്താണ് എനിക്ക് പഠിക്കാൻ? ഞാൻ ഈ പറഞ്ഞ ഇത്രയും സ്റ്റെപ്പിലൂടെ എപ്പോഴും ഇൻവോൾവ് ആയിരിക്കുന്ന ഒരാളെ ഡിപ്രഷൻ ഏത് അയലോക്കത്തോലും വരില്ല, ഉറപ്പല്ലേ? ഇത്രയും പ്രോസസ്സിലൂടെ ഒരാൾ നിത്യവും വരുന്ന ഇത് കൃത്യമായി ഞാൻ രാവിലെ മുതൽ ഇന്ത്യൻ ന്യൂറോൺസ് അടുത്ത അങ്ങനെയല്ല, ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ്. ഒരു ഹാർമോണിയം വായിക്കുന്ന ആൾ ഓരോ കട്ടയും നോക്കിയാൽ കുത്തുന്നതല്ലല്ലോ, അത് ആ ഒഴുക്കിലങ്ങ് വരുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതശൈലി ഇതിനകത്ത് പ്രാക്ടീസിലാകും. അപ്പൊ ഈ പറഞ്ഞ എല്ലാ ന്യൂറോൺസും സമയാസമയങ്ങളിൽ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഡിപ്രഷനിൽ നിന്ന് മാറുന്നത്. ഇല്ലെങ്കിൽ 100% ഞാൻ പറയും, എൻ്റെ അമ്മായിയച്ഛന് പറ്റിയത് എനിക്കും പറ്റും, നിങ്ങൾക്ക് പറ്റും. നമ്മൾ കുടുംബത്തിലുള്ളവർക്കൊരു ഭാരമായി മാറും, സമൂഹത്തിന് ഭാരമായി മാറും. സത്സംഗങ്ങളിൽ നമുക്ക് രക്ഷപ്പെടുന്നത് അങ്ങനെയാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ലൗകികമായ ഒരു കർമ്മവും ഇനി നിർവഹിക്കാൻ പറ്റുകയില്ല, അതിൻ്റെ ആവശ്യം പോലുമില്ല. നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാലം ചെയ്തില്ലേ. ഒരു ജോലിയില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എടാ, നീ ഒന്ന് വിശ്രമിക്ക്, നിന്റെ മനസ്സിനും നിന്റെ ബ്രെയിനും അല്പം വിശ്രമം കൊടുക്കുക. അത് വിശ്രമം കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചാലേ വിശ്രമം, അല്ല രാവിലെ കിടന്ന് ഉറങ്ങിയാൽ വിശ്രമം കിട്ടില്ല. അപ്പം ഇത് വചനാമൃതം നൽകുന്ന നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സൊല്യൂഷൻ അതാണ്. അത് എങ്ങനെ കിട്ടി? ഇതിപ്പോൾ പറയുമ്പോൾ വെറുതെ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായില്ല, ഇതിന് കുറേ ഉദാഹരണങ്ങൾ കേട്ടാലേ പറ്റൂ. ഈ ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് 33ഓളം വരുന്ന ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാർ അവരുടെ ജീവിതം എങ്ങനെ നയിച്ചു എന്ന് ആലോചിക്കുമ്പോഴാണ്. ഓരോരുത്തരുടെയും എങ്ങനെയാണ് അവർ ഭഗവാന്റെ അടുത്ത് വന്നത്? മദ്യപാനികൾ വന്നില്ലേ? ഇന്നലെ കാളിപദഘോഷിന്റെ കഥ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു. കാര്യം പറയാൻ ഞാൻ പറഞ്ഞു, കാളിപദഘോഷിനെ കുറിച്ച് ഇവിടെ ഇരുന്ന് ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഇരിക്കുന്ന നെട്ടയത്തെ ഈ ബിൽഡിംഗ് പണിയുന്നതിൻ്റെ ഒക്കെ മുന്നേ ഇതിനു വേണ്ട വഴിയൊരുക്കിയ ഒരാളാണ് കാളിപദഘോഷ്. ഋഷികേശ് മുഖർജിയാണ് അതിൻ്റെ ആർക്കിടെക്റ്റ് ആയിരുന്നത്. ഋഷികേശ് മുഖർജി അതിൻ്റെ ആർക്കിടെക്ചർ വരയ്ക്കാൻ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ബ്രഹ്മാൻ സ്വാമികളുടെ കൂടെ, ബ്രഹ്മാൻ സ്വാമികളാണ് അതിന് തറക്കല്ലിട്ടത് 1915. അത് കഴിഞ്ഞ ആശ്രമം നിർമ്മിക്കാനായിട്ട് ബ്രഹ്മാൻ സ്വാമി ഋഷികേശ് മുഖർജി കാളിപദഘോഷിന്റെ മകനാണ് എന്ന് ഞാൻ എവിടെയോ വായിച്ച പോലെ, എനിക്ക് ക്ലാരിറ്റി പോരാ, എനിക്കിപ്പോഴും ഞാനത് പറഞ്ഞു, എനിക്ക് ഉറപ്പില്ല, എവിടെയോ വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം കാളിപദഘോഷിന്റെ മകനാണ്. കാര്യം കാളിപദഘോഷിനെ പോലെ അദ്ദേഹം ഏറ്റെടുത്ത ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്ത ആളാണ് ഋഷികേശ് മുഖർജി. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് അയാൾ വന്നതെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അതിന് ക്ലാരിറ്റി എനിക്ക് ഉറപ്പില്ല, എന്നാലും ഞാനത് സൂചനകൾ പറഞ്ഞത്. ഇനിയിപ്പോൾ മകനാണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല. ഋഷികേശ് മുഖർജിയാണ് അതിൻ്റെ ആർക്കിടെക്ചർ. ഋഷികേശ് മുഖർജി ഈ നെട്ടയം ആശ്രമം നിർമ്മിക്കണമെന്ന് ബ്രഹ്മാൻ സ്വാമി പറഞ്ഞപ്പോൾ എവിടുന്ന് തുടങ്ങണമെന്നുള്ളൊരു പ്രശ്നമുണ്ടായി. കാരണം എവിടുന്ന് തുടങ്ങും? ഇന്ന് കേരളത്തിലെ ഏത് ആശ്രമം എടുത്താലും ഇത്രയും മനോഹരമായ ഒരു ആർക്കിടെക്ചർ എനിക്ക് തോന്നുന്നില്ല, വേറെ നെട്ടയം ആശ്രമത്തിൻ്റെ ആ ആർക്കിടെക്ചർ. അത് തുടങ്ങാൻ ഋഷികേശ് മുഖർജി അങ്ങനെ ഒരു ആലോചിച്ച് വന്നാൽ പിടികിട്ടി, എവിടുന്ന് തുടങ്ങണമെന്ന് പിടികിട്ടി. ആ തുടങ്ങിയത് ശ്രീരാമകൃഷ്ണദേവന്റെ മുറിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വർത്തുള വരാന്തയിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. ആദ്യമേ വർത്തുള വരാന്തയൊക്കെ വരച്ചു, പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട്. കാരണം ആ വർത്തുള വരാന്തയുടെ കൃത്യമായി ആ ദക്ഷിണേശ്വരത്തെ മുറിയുടെ അതേ പ്ലാനാണ് ഇവിടെ. വർത്തുള വരാന്ത കഴിഞ്ഞാൽ അടുത്ത മുറി ഭഗവാന്റെ പൂജാമുറിയാണ്, ഇപ്പൊ പ്രതിഷ്ഠ വെച്ചിരിക്കുന്ന മുറിയാണ്. അപ്പൊ ആ കൃത്യം കണക്കാണ്. ആ പൂജാമുറിയിൽ നിന്ന് ജനലിലെ പടിഞ്ഞാറേക്കുള്ള വാതിൽ തുറന്നാൽ നമ്മൾ വർത്തുള വരാന്തയിലെത്തും. അപ്പോൾ ദക്ഷിണേശ്വരത്തെ ഉള്ളിൽ ഫീല് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ദക്ഷിണേശ്വരത്ത് നിൽക്കുന്ന ഒരു ഫീല് നമ്മൾ നെട്ടയം ആശ്രമത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഞാനത് പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ഇത്തരം ന്യൂറോൺസിൻ്റെ ഒരു പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങളെ വചനാമൃത വായനയിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ പറഞ്ഞ ഓരോ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിച്ച് ആ വായനയെ പുരോഗമിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന ഒരു പ്രശ്നവും നമ്മളെ ബാധിക്കില്ല. വ്യക്തിപരമായി അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. എന്നെ ലോകത്തൊന്നും ബാധിക്കുന്നില്ല എന്ന്. അതെനിക്ക് ഇന്നലെ കുറെ കൂടെ ഒരു ആത്മവിശ്വാസം ഉണ്ടായത് എൻ്റെ മൊബൈൽ ഫോൺ കാണാതെ പോയി. സാധാരണഗതിയിൽ ഞാനൊന്ന് ആവേശം പോട്ടെന്ന് വിചാരിച്ചു, പോട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഞാൻ അന്വേഷിക്കാൻ പോലും പോയില്ല. ആ മൊബൈലിന് സൗകര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരട്ടെ എന്ന്. അല്ല, ഞാൻ ഇനി മൊബൈലിനെ അന്വേഷിച്ച് പോകുന്ന പ്രശ്നമില്ല. പണ്ട് ഞാനും പ്രഭാകരൻ ചേട്ടനും ഒക്കെ കൂടെ നെട്ടയത്ത് പോയി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കാറിൽ ഏതാണ്ട് കൊട്ടാരക്കര എത്തിയപ്പോൾ പ്രഭാകരൻ ചേട്ടൻ പറയും, അയ്യോ എൻ്റെ വാച്ച് കാണാനില്ലേ. വളരെ വില കൂടിയ വാച്ചാണ്. ആ വാച്ച് കാണാനില്ല. ആ വാച്ച് എവിടെ വെച്ച് പോയി എന്നുള്ളത് ഓർമ്മയില്ല.
ഞാൻ പ്രകാരം ചേട്ടനോട് ഇതൊക്കെ ഓർമ്മ വേണ്ടേ, ഇതൊക്കെ നോക്കണ്ടേ, ഇതൊക്കെ ചിന്തിക്കണ്ടേ, ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രകാരം ചേട്ടൻ ഇങ്ങനെ മറക്കാമോ, സ്വന്തം കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലായി എൻ്റെ കണ്ണാടി കാണാനില്ല. അത് എവിടെയാണ് പോയെന്നറിയില്ല. എന്നെ ആ കണ്ണാടി തപ്പാനായിട്ട് അവസാനം എവിടെയൊക്കെ നമ്മൾ പോയ കാറിലൊക്കെ തപ്പി എവിടെ ആ കണ്ണാടി പോയി. ഏത് പ്രഭാകരന്റെ കുറ്റം പറഞ്ഞിരുന്നത് നമ്മളാണ്. ഇത് സംഭവിച്ചത് എന്നാലും എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം ഇത് സംഭവിക്കാൻ കാരണം ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ചും ചിന്തിച്ചിട്ടേ ഇല്ല. അതല്ലേ സത്യം. ഞങ്ങൾ കൂടെ സ്വാമിയാണ്, കൂടെ ഫ്രണ്ടിൽ സ്വാമിയാണ് ഇരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ തേരിന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെയാണ് ഞങ്ങള് അർജുനന്മാർ രണ്ട്, ഞങ്ങൾ പിറകിലും സ്വാമി ഫ്രണ്ടിലും ഇരിക്കുന്നത്. ഞങ്ങൾക്ക് വേറൊരു ചിന്തയില്ല. ഈ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വേറൊന്നും ആലോചിക്കാൻ, ഞങ്ങളുടെ കണ്ണാടിയോ ഞങ്ങളുടെ വാച്ചോ ഒന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒന്നിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് വീടെത്തി നമ്മൾ തിരിച്ച് സംസാര ജീവിതത്തിലോട്ട് കടന്നപ്പോഴ വാച്ച് കാണാനില്ല, കണ്ണാടി കാണാനില്ല, പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ എന്നിട്ട് ആ കണ്ണാടി ഉപേക്ഷിച്ചിട്ട് ഞാൻ പിന്നെ ഇനി വില കൂടിയ കണ്ണാടി മേടിക്കൂല എന്ന് പറഞ്ഞിട്ട് 500 രൂപയുടെ ഇതുള്ള കണ്ണാടി ഇനി ധൈര്യമായിട്ട് പറയാം. മറ്റേ വളരെ വില കൂടിയ കണ്ണാടിയായിരുന്നു. അതുകൊണ്ട് 500 രൂപയുടെ ഒരു കണ്ണാടി മേടിച്ച് ഞാനിങ്ങനെ ഫിറ്റ് ചെയ്തു. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ തരത്തിൽ നമ്മൾ എങ്ങനെ പോയാലും വചനാമൃത വായനയിലൂടെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ആവേശവും ഈ ഒരു വലിയ ഊർജവുമാണ്. അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ആ വായനയുടെ പിന്നാലെ പോവുക മാത്രമേ മാർഗമുള്ളൂ. വേറെ ഒരു ഇതുമില്ല. വായിച്ചാൽ ഇനി ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ വായിച്ചാൽ മനസ്സിലാവില്ല എന്നുള്ള ചില ഭാഗങ്ങളൊക്കെ വരും. പക്ഷെ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. വായിച്ചാൽ മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഇവിടെ പറഞ്ഞോന്നറിയില്ല, ഇത് പലയിടത്ത് പറയുമ്പോൾ ഇത് എവിടെയൊക്കെ പറഞ്ഞു എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഒരച്ഛനും മകനും ഒരു മുത്തച്ഛനും കൊച്ചുമകനും ഒരു കാട്ടിലുള്ള ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. അപ്പം മുത്തച്ഛൻ കൊച്ചുമകനോട് പറഞ്ഞു കുറച്ച് വെള്ളം കോരി കൊണ്ടുവരാമെന്ന്. അച്ഛൻ അവിടെ കഴുകാനായിട്ട് കൊടുത്തത് ഒരു ഓട്ടയുള്ള ബക്കറ്റിലാണ്. അപ്പൊ ഈ ഓട്ടയുള്ള ബക്കറ്റ് കൊടുത്ത് ഈ പയ്യൻ അവിടെ പോയി വെള്ളം കോരി ഇവിടെ വരുമ്പോൾ ഈ വെള്ളം മുഴുവൻ ചോർന്നു പോകും. അങ്ങനെ ഒരു 5-6 തവണ പോയി ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ എത്തുന്നില്ല. അവസാനം പയ്യന് മുത്തച്ഛനോട് പറഞ്ഞു, മുത്തച്ഛ ഞാൻ വിചാരിച്ചാൽ ഇനി പോയിട്ട് ഒരു പ്രയോജനമില്ല, ഇത് വെറും പാഴ് പണിയാണ്, ഈ ഓട്ട ബക്കറ്റിൽ ഞാൻ എങ്ങനെ വെള്ളം കൊണ്ടുവരും എന്ന് ചോദിച്ചപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു നീ ആ ബക്കറ്റിലേക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ചെളി പിടിച്ചിരുന്ന ബക്കറ്റ് അപ്പം വളരെ ക്ലീനായി. ബക്കറ്റ് കൊണ്ട് വെള്ളം എന്നുള്ള ഉപയോഗം ഉണ്ടായില്ല, പക്ഷെ ബക്കറ്റ് ക്ലീനായി. വചനാമൃത വായനയാകട്ടെ, അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ വായനയാകട്ടെ, ഉപനിഷത്തുകളുടെ വായനയാകട്ടെ, ശ്രീരാമകൃഷ്ണ ചരിതമാകട്ടെ, എന്തുമാകട്ടെ, വായനയിൽ അർത്ഥമല്ല പ്രധാനം, അത് നമ്മെ എങ്ങനെ വിമലീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ അറിയാതെ നമ്മളങ്ങ് ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് വായനയിൽ നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വേദാന്തമൊക്കെ ഭഗവാൻ ഏറ്റവും ലളിതമായി പറഞ്ഞു, അതിൽ കുറഞ്ഞ ലളിതമായി ഇനി പറയാൻ പറ്റില്ല. എങ്കിൽ പോലും അതുപോലും മനസ്സിലായില്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വായനയിൽ ഒരു പ്രശ്നം നേരിടുന്നെങ്കിൽ പോലും വായന നിർത്തരുത്, കണ്ടിന്യൂ ചെയ്യണം. ആ വായന ഇന്ന് മലയാളത്തിലാണെങ്കിൽ 3ാം വോള്യത്തിൽ എത്തുമ്പോൾ അത് ഗംഭീരമായിരിക്കും. ഞാൻ വചനാമൃതം കഥാമൃതം ഒറിജിനൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബംഗാളി വായിച്ചു. കഷ്ടപ്പെട്ടാണ് ഈ ബംഗാളിയിലെ അക്ഷരങ്ങൾ. അപ്പൊ ഇപ്പൊ വന്നപ്പോൾ എനിക്കിപ്പോ അക്ഷരങ്ങൾ അറിയാം. കാരണം ഈ അക്ഷരം നേരത്തെ വായിച്ച അക്ഷരമായതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം. അപ്പൊ ആദ്യത്തെ കുറച്ച് സമയം ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ നമുക്ക് ഉടനെ വൃന്ദയെന്നൊക്കെ കാണുമ്പോൾ ഉടനെ അറിയാം ഇത് വൃന്ദയാണെന്ന് അറിയാം. അല്ലെങ്കിൽ രാമ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാഷ് മഹാശേനയൊക്കെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് നേരിട്ട് ബോധ്യമില്ലാത്തൊരു ഭാഷ പോലും ഇപ്പൊ വായിക്കാൻ പറ്റും കൃത്യമായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് വചനാമൃത വായന നമ്മൾ മുടക്കരുത്. കാര്യം വായിക്കാൻ ഏറ്റവും എളുപ്പം വചനാമൃത വായനയാണ്. മറ്റൊരു കൃതിയേക്കാളും വചനാമൃത വായനയാണ് ഏറ്റവും എളുപ്പം. കാര്യം അതിനകത്ത് ഈ പറഞ്ഞ ഇത്രയും സെൻസറി ഓർഗൻസിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മളത് വായിക്കുന്നത് സമയമായി. അതുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ ഈ ജന്മദിനത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എൻ്റെ വാക്കുകൾ ഞാൻ എൻ്റെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.